തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബൂത്ത് തല വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ മുൻകൈ LDFന് തന്നെ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട അവസാന കണക്കുകളിൽ ആകെയുള്ള വോട്ടുകൾ എടുത്തു പരിശോധിച്ചാൽ 8828 വോട്ടുകൾക്ക് LDF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ്. 59,918 വോട്ടുകൾ LDF നേടിയപ്പോൾ 51,090 വോട്ടുകളാണ് UDF സമാഹരിച്ചത്. ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതിയ അംഗങ്ങൾ ചുമതലയും ഏറ്റു. എന്നാൽ തെരഞ്ഞെടുപ്പ് ബാക്കി വച്ച ചില കണക്കുകളുണ്ട്. ഏതാനും മാസങ്ങൾക്കകം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഈ കണക്കുകൾ എങ്ങനെ ബാധിക്കുമെന്നാണ് നാം പരിശോധിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടികയല്ല പുതുക്കിയ വരാനിരിക്കുന്ന SIR വോട്ടർ പട്ടിക എന്നറിയാം. എന്നാൽ പറയാൻ പോകുന്ന കണക്കുകൾ രാഷ്ട്രീയ പട്ടികയുടേതാണ്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ കഴിവുകൾക്കപ്പുറമുള്ള വോട്ടുകൾ എത്രത്തോളം രാഷ്ട്രീയമായി പരിണമിച്ചു എന്നുകൂടി പരിശോധിക്കാനുള്ള ഒരു അവസരമാണിത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട അവസാന കണക്കുകൾ വെച്ച് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ ഓരോ ബൂത്തുകളിലെയും ജനങ്ങൾ എങ്ങനെ ചിന്തിച്ചു, എങ്ങനെയൊക്കെ രാഷ്ട്രീയമായി വോട്ടുകൾ രേഖപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഒരു അവലോകനമാണ് ഇനി പറയാൻ പോകുന്നത്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി അടക്കം 7 തദ്ദേശ സ്ഥാപനങ്ങളാണ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. അവിടങ്ങളിൽ UDFനും LDFനും NDAയ്ക്കും എത്രത്തോളം വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ആദ്യം കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് പോകാം. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ആകെയുള്ള 46 ഡിവിഷനുകളിൽ നിന്ന് LDF നേടിയത് 25 സീറ്റുകൾ, NDA നേടിയത് 18 സീറ്റുകൾ, UDF 3 സീറ്റ്. സീറ്റ് നില ഇങ്ങനെയാണെങ്കിലും LDFന് മുനിസിപ്പാലിറ്റിയിൽ ആകെ നേടാനായത് 19,463 വോട്ടുകളാണ്. തൊട്ടുപിറകിലുള്ള BJP വഹിക്കുന്ന NDAയ്ക്ക് നേടാനായത് 18,758 വോട്ടുകൾ. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ 2020 ഒരു സീറ്റിൽ മാത്രം അവശേഷിച്ചിരുന്ന UDF നില മെച്ചപ്പെടുത്തി 3 സീറ്റ് നേടിയപ്പോൾ ആകെ ലഭിച്ചത് 7,216 വോട്ടുകൾ. മുനിസിപ്പാലിറ്റിയിലെ വിവിധ ഡിവിഷനുകളിൽ മത്സരിച്ച എല്ലാ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും ആകെ സമാഹരിക്കാനായത് 683 വോട്ടുകൾ മാത്രം. ചുരുക്കി പറഞ്ഞാൽ 19,463 വോട്ടുകൾ നേടിയ LDFന് തൊട്ടു പിറകിൽ നിൽക്കുന്ന 18,758 വോട്ടുകൾ നേടിയ NDAയും തമ്മിലുള്ള വ്യത്യാസം 705 വോട്ടുകൾ മാത്രമാണ്. അതായത് 705 വോട്ടുകൾക്ക് LDF കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന് സാരം. ഇനി നമ്മൾ അന്നമനടയിലേക്കാണ് പോകുന്നത്. അന്നമനടയിൽ വൻ ഭൂരിപക്ഷത്തിലാണ് UDF വിജയിച്ചു കയറിയത്. UDFന് വ്യക്തമായി 14 സീറ്റുകളുണ്ട്. LDFന് 5ഉം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമാണ് അന്നമനട ഗ്രാമപഞ്ചായത്തിലെ കക്ഷിനില. 10,058 വോട്ടുകളാണ് UDF അന്നമനട ഗ്രാമപഞ്ചായത്തിൽ സമാഹരിച്ചത്. LDF 7,919 വോട്ടുകൾ നേടിയപ്പോൾ 1,830 വോട്ടുകളാണ് NDAയ്ക്ക് സമാഹരിക്കാനായത്. 793 വോട്ടുകൾ ഇതര പാർട്ടികളും സ്വതന്ത്രന്മാരും ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേടി. നിലവിൽ അന്നമനട പഞ്ചായത്തിൽ 2,139 വോട്ടുകൾക്ക് UDF മുന്നിട്ട് നിൽക്കുന്നു. ഇനി കുഴൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നാൽ ആകെയുള്ള 15 വാർഡുകളിൽ 11ലും UDFനാണ് മുൻതൂക്കം. 2 വാർഡുകൾ LDFും 2 വാർഡുകൾ NDAയും നേടിയിട്ടുണ്ട്. വിവിധ വാർഡുകളിൽ നിന്ന് ആകെ മറ്റുള്ളവർ 800 വോട്ടുകളാണ് സമാഹരിച്ചിട്ടുള്ളത്. നിലവിൽ UDF 1,655 വോട്ടിന് ഇവിടെ മുന്നിലാണ്. പൊയ്യയിൽ UDFനാണ് ഭരണമെങ്കിലും UDF LDF വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ വ്യത്യാസമില്ല. 9 വാർഡിൽ UDFും 6 വാർഡിൽ LDFും UDF റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഒരു സ്വതന്ത്രനുമടക്കം 16 വാർഡുകളാണ് പൊയ്യ ഗ്രാമപഞ്ചായത്തിലുള്ളത്. ഇവിടെ LDFനേക്കാൾ UDFന് 145 വോട്ടുകൾ മാത്രമാണ് കൂടുതലായിട്ടുള്ളത്. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങോട്ട് വേണമെങ്കിലും ചാഞ്ഞേക്കാവുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് പൊയ്യ ഗ്രാമപഞ്ചായത്ത് എന്ന് നമ്മുടെ മുമ്പിലുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇനി പുത്തഞ്ചിറ. 16 വാർഡുകളിലെ പുത്തഞ്ചിറയിൽ UDFന് 5 സീറ്റുകളും LDFന് 10 സീറ്റുകളും NDA 1 സീറ്റുമാണുള്ളത്. പുത്തഞ്ചിറയിൽ UDF ആകെ നേടിയത് 4,917 വോട്ടുകളും LDF 6,024 വോട്ടുകളും NDA 2,431 വോട്ടുകളുമാണ്. പല വാർഡുകളിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എല്ലാവരും കൂടി 1,017 വോട്ടുകളും ഇവിടെ സമാഹരിച്ചിട്ടുണ്ട്. 10 സീറ്റുകൾ നേടി വലിയ മേൽക്കോയ്മയിൽ LDF പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ഭരണം കൈയാളിയിട്ടുണ്ട്. എങ്കിലും LDFും UDFും തമ്മിലുള്ള വോട്ട് വിഹിത വ്യത്യാസം 1,107 വോട്ടുകൾ മാത്രമാണ്. അതായത് 1,107 വോട്ടുകൾക്ക് LDF പുത്തഞ്ചിറ പഞ്ചായത്തിൽ മുന്നിട്ട് നിൽക്കുന്നു.
UDFും LDFും NDAയും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന മാള ഗ്രാമപഞ്ചായത്തിൽ ആകെയുള്ളത് 21 സീറ്റുകളായിരുന്നു. ഇവിടെ LDF 9, UDF 8, NDA 4 എന്നിങ്ങനെയാണ് കക്ഷിനില. UDFിന് ഇവിടെ നേടാനായത് 8013 വോട്ടുകളാണ്. LDF 7027 വോട്ടുകളും NDA 4673 വോട്ടുകളും നേടി. 1813 വോട്ടുകളാണ് മറ്റുള്ള സ്ഥാനാർത്ഥികൾ നേടിയത്. മാള ഗ്രാമപഞ്ചായത്ത് LDF ഭരിക്കും എങ്കിലും വോട്ട് നില പരിശോധിക്കുമ്പോൾ 986 വോട്ടിന് UDF ആണ് മുന്നിൽ. ഏറ്റവും അവസാനമായി നാം വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ നില കൂടി പരിശോധിക്കാം. 23 വാർഡുകളുള്ള വലിയൊരു ഗ്രാമപഞ്ചായത്താണ് വെള്ളാങ്കല്ലൂർ. ഇവിടെ 11 വാർഡുകളിൽ UDFും 10 വാർഡുകളിൽ LDFും 2 വാർഡുകളിൽ NDAയും വിജയിച്ചു കയറി. ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്ന നിലയിൽ UDF തന്നെയായിരിക്കും വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണം കൈയാളുക. എന്നാൽ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിൽ നിന്ന് UDFിന് സമാഹരിക്കാനായത് 9279 വോട്ടുകളാണ്. എന്നാൽ LDF ആകട്ടെ 9678 വോട്ടുകൾ ഇവിടെ കൂടുതൽ നേടി. 4040 വോട്ടുകൾ നേടിയ NDA ശക്തമായ സാന്നിധ്യം വെള്ളാങ്കല്ലൂരിൽ ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു. ഭരണം താൽക്കാലികമായി UDFിനാണെങ്കിലും LDFിനാണ് വോട്ട് ഇവിടെ കൂടുതൽ ലഭിച്ചിട്ടുള്ളത്. അതായത് 399 വോട്ടുകൾക്കാണ് LDF വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വാർഡ് തലങ്ങളിൽ നിന്നും വന്ന വോട്ടുകളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട അവസാന കണക്കുകൾ ഏതാനും മാസങ്ങൾക്കകം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ്. എങ്കിലും ഈ കണക്കുകളെടുത്ത് പരിശോധിക്കുമ്പോൾ LDFിനെ ആശ്വസിക്കാം. കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിൽ ആകമാനം 59,918 വോട്ടുകൾ നേടിയ LDFിന് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിൽ ഒരു അപ്രമാദിത്വം നിലവിലുണ്ട്. 8828 വോട്ടുകൾക്കാണ് UDFിനേക്കാൾ LDF മുന്നിട്ട് നിൽക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പുതുക്കിയ SIR പട്ടിക മുൻനിർത്തിയായിരിക്കും. പഴയ പട്ടികയിൽ നിന്ന് എത്ര പേർ പുറത്തു പോകുമെന്നോ എത്ര പേർ അകത്തേക്ക് വരുമെന്നോ ഇനിയും നമുക്ക് നിർവചിക്കാൻ ആയിട്ടില്ല. ആ വരുന്ന പട്ടികയും അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും ആരെ പിന്തുണയ്ക്കുമെന്നും നമുക്ക് പറയാറായിട്ടില്ല. എന്നാൽ ഈ ജനഹിതത്തിൽ ചില അടിയൊഴുക്കുകൾ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. മിക്ക പഞ്ചായത്തുകളിലെയും വാർഡുകളിലെയും ബൂത്തുകളിലെയും വോട്ടിംഗ് നില തലനാരിഴകീറി പരിശോധിക്കുമ്പോൾ ചില രാഷ്ട്രീയ സൂചനകളുണ്ട്. അതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകളുമായി മീഡിയ ടൈം വീണ്ടും വരും. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം.